നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 പുതുവർഷം തുടങ്ങി. ഈ വർഷത്തെ ആദ്യത്തെ മാസം ജനുവരി മാസത്തിൽ ചോതി നക്ഷത്രക്കാരുടെ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്തൊക്കെ ദോഷങ്ങളാണ്, എന്തൊക്കെ പരിഹാരം ചെയ്യണം ഒന്ന് പരിശോധിച്ച് നോക്കാം. ചോതി നക്ഷത്രം എന്ന് പറയുമ്പോൾ തുലാക്കൂറാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് 9-ൽ ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. നവമേ ശുഭസംയുക്തേ, 9-ാം ഭാവത്തിൽ ശുഭയോഗം വന്നാൽ എന്ത് തടസ്സങ്ങളും പാപദോഷമൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ മറികടന്ന് അതിജീവിച്ച് നല്ല ഗുണത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നാണ്. അപ്പോൾ 9-ാം ഭാവത്തിൽ ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്നു. അതേപോലെ 6-ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ശനിപ്പിഴവോ വ്യാഴപ്പിഴവോ ഇല്ലാത്തൊരു മാസമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. കർമാധിപതിയായിരിക്കുന്ന ചന്ദ്രൻ, കർമ്മസ്ഥാനത്തിന് ശുഭകർത്തരി യോഗം ചെയ്ത് നിൽക്കുന്ന വ്യാഴം, അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കാണ് യോഗം കാണുന്നത്. കാരണം ശുക്രൻ ലഗ്നാധിപതിയാണ്. ലഗ്നാധിപതി കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്ത് 4-ലാണ് നിൽക്കുന്നത്. അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രണങ്ങളൊക്കെ ഏറ്റെടുത്ത് വേണ്ട രീതിയിൽ നോക്കി കണ്ടും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കർമാധിപതി കർമ്മത്തിലേക്ക് ദൃഷ്ടിയുള്ള കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമാകും. കർമാധിപതി ലാഭാധിപതിയോട് യോഗം ചെയ്തിട്ടാണ് ലഗ്നാൽ 4-ാം ഭാവത്തിൽ നിന്ന് 10ലേക്ക് ദൃഷ്ടി നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല ഭാഗ്യം കൊണ്ട് തൊഴിലിൽ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും യോഗമുണ്ട്. ലഗ്നാൽ സഹായസ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്താണ് ബുധൻ നിൽക്കുന്നത്. ഭാഗ്യാധിപതിയായിരിക്കുന്ന ബുധൻ സഹായസ്ഥാനത്ത് നിൽക്കുന്നു. അതേപോലെ നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വയും സഹായസ്ഥാനത്താണ്. അപ്പോൾ 15-ാം തീയതി വരെ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. എന്നാൽ 15-ാം തീയതി ചൊവ്വയുടെ മാറ്റം 4-ാം ഭാവത്തിലേക്ക് വരും. 17-ാം തീയതി ബുധനും 4-ാം ഭാവത്തിലേക്ക് വരും. അപ്പോൾ 17-ാം തീയതിക്ക് ശേഷം കുറച്ചുകൂടി അനുകൂലമാണ്. കാരണം എത്തുന്ന പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗം ചെയ്ത് നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ ലഗ്നാൽ 4-ൽ നിൽക്കുന്നത് കാരണം ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും. അത് കാരണം കൊണ്ട് തന്നെ ധനസാഹസമാണ്. എന്ത് സാഹസ പ്രവൃത്തി ചെയ്തും ധനം സമ്പാദിക്കാനായിട്ട് സാധിക്കും, രാജാവിനെ പോലെ ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അനുകൂലമായിരിക്കുന്ന നല്ല ഗുണങ്ങൾ അനുഭവിക്കാനും ഉത്സാഹം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടു കൂടി നേടിയെടുക്കാനും സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഗുണം അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിലും 5-ാം ഭാവത്തിലെ രാഹുവാണ്. 5-ൽ രാഹു നിൽക്കുമ്പം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് മൈൻഡിൽ വ്യത്യാസങ്ങൾ വരിക. ബാധാസ്ഥാനത്ത് കേതുവാണ്. അപ്പോൾ കേതു ലാഭസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ചില സമയത്ത് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന പ്രതിഫലം കിട്ടിയില്ലെങ്കിലോ എന്നൊരു തോന്നൽ വരാം, കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹു പൂജയും കേതു പൂജയും ചെയ്ത് ഈ പറയുന്ന ദോഷത്തിന് പരിഹാരം വരുത്തിയാൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. 5-ാം ഭാവാധിപതി 6-ലാണ്. അപ്പോൾ അവനവൻ്റെ മനസ്സ് തന്നെ അവനവന് ശത്രു എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ മാനസികമായിട്ടുള്ള ടെൻഷനും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും മാറ്റിവെച്ചാൽ ചോതി നക്ഷത്രക്കാർക്ക് ഈ ആദ്യത്തെ മാസം തന്നെ അനുകൂലമായ നല്ല ഗുണങ്ങൾ അനുഭവിക്കാനും തൊഴിലിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാനും കുടുംബസുഖം അനുഭവിക്കാനും യോഗമുണ്ട്. വീടിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.